കോഴിക്കോട് മുക്കം പീഡനശ്രമത്തിൽ അന്വേഷണം വേഗത്തിലാക്കി പോലീസ്. പ്രതികൾ കേരളം വിട്ടിട്ടില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതികളുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. മിഥില ബാലൻ വിവരങ്ങളുമായി ചേർന്നു. മിഥില, ഈ പ്രതികൾ എവിടെയാണ് എന്ന ഒരു സൂചന പോലീസിനുണ്ടോ? അഷ്മി, കൃത്യമായി പറഞ്ഞാൽ അത്തരമൊരു സൂചന ഇതുവരെ മുക്കം പോലീസിന് ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്ന വിശദീകരണം മാത്രമാണ് പോലീസ് നൽകുന്നത്. പ്രതികൾ കേരളം വിട്ടോ എന്ന ചോദ്യത്തിന് കേരളം വിട്ടിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. അതേസമയം ഇതുവരെ പ്രതികൾ എവിടെ എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവിടുത്തെ ഈ പെൺകുട്ടി ചാടിയ ഒരു കെട്ടിടത്തിലെ CCTV, ഈ പെൺകുട്ടിക്ക് ഇതിനു മുൻപ് ഇത്തരത്തിൽ പീഡന ശ്രമം നേരിട്ടിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി CCTV പോലീസ് പരിശോധിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ CCTVയുടെ പാസ്വേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹോട്ടൽ ഉടമയുടെ കയ്യിലാണ്. അത് ലഭ്യമാകാതെ അത്തരം കാര്യങ്ങളും പോലീസിന് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ്, കേരളം വിട്ടിട്ടില്ല, കോഴിക്കോട് തന്നെ ഉണ്ട് പ്രതികൾ എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതുകൊണ്ട് റൂറൽ SP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഒപ്പം തന്നെ മുക്കം സിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കുടുംബം പുറത്തുവിട്ടിട്ടുള്ളത്. ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും പെൺകുട്ടി ചാടുന്നതിന് മുൻപുള്ള ആ ദൃശ്യങ്ങൾ. കുടുംബം പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ പെൺകുട്ടി നൽകിയ മൊഴി, പീഡന ശ്രമം ചെറുക്കുന്നതിനിടയിലാണ് താൻ ചാടിയത്, അത് സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ആ പെൺകുട്ടി ഞെട്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ പെൺകുട്ടി അലറിക്കരയുന്ന ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ശബ്ദം, അത്തരം ഓഡിയോ എല്ലാം തന്നെയാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ഈ ദൃശ്യം കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട് പ്രതികളെ പിടിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അല്പസമയം മുമ്പ് റൂറൽ SP സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, എന്തുതന്നെയായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ പ്രതികൾക്കായി ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. ആഷ്മി. മിഥില ബാലനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പ്രതികൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് പോലീസിന് ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ തുമ്പില്ല. പക്ഷേ കേരളം വിടാതിരിക്കാനുള്ള ശ്രമങ്ങളിൽ അന്വേഷണം വളരെ ഊർജിതമായി തുടരുകയുമാണ്. അതിനിടയിലാണ് ഈ പീഡന ശ്രമത്തിന് തൊട്ട് മുൻപുള്ള, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതിൻ്റെ ശബ്ദം നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ കഴിയാത്തതാണ്, അല്ലെങ്കിൽ അത് അത്രത്തോളം വല്ലാത്ത ശബ്ദങ്ങളൊക്കെയുള്ള ദൃശ്യമാണ്. അപ്പോൾ പോലീസ് അന്വേഷണം വളരെ വേഗതയിലാക്കുന്നുമുണ്ട്. ആക്കട്ടെ.